പ്രവാസലോകത്തെ വാർത്തകൾ. തൊഴിൽ നിയമങ്ങൾ കർശനമാക്കി കുവൈറ്റ്. തൊഴിലാളികളുടെ ശമ്പളം വൈകിപ്പിച്ചാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മാൻ പവർ അതോറിറ്റി. തൊഴിലാളികളുടെ ശമ്പള വിതരണം വൈകിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് മാൻ പവർ അതോറിറ്റി. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തനക്ഷമമാക്കിയ പരിശോധനകളിലാണ് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുടെ ഫയലുകൾ അതോറിറ്റി താൽക്കാലികമായി മരവിപ്പിച്ചത്. തൊഴിലാളികളുടെ ശമ്പള വിതരണം കൃത്യമായി നടപ്പാക്കുന്നതിനും അവർക്കുള്ള നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും തുടർച്ചയായ നടപടി സ്വീകരിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി. ശമ്പളം നിശ്ചിത സമയത്ത് നൽകാത്തതോ അതത് മാസങ്ങളിൽ പ്രാദേശിക ബാങ്കുകളിലൂടെയെങ്കിലും നിക്ഷേപിക്കാത്തതോ ആയ സ്ഥാപനങ്ങളാണ് കുരുക്കിലാകുന്നത്. 5 തൊഴിലാളികളെങ്കിലും നിയമിക്കുന്ന കമ്പനികൾ ശമ്പളത്തുക പൂർണ്ണമായും ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് മാറ്റേണ്ടത്. ഈ നടപടിക്ക് തെളിവായിട്ടാണ് ശമ്പള വിതരണ സ്റ്റേറ്റ്മെന്റുകളുടെ പകർപ്പ് മാൻ പവർ അതോറിറ്റിക്ക് നൽകേണ്ടതെന്നും നിയമം നിർദ്ദേശിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ വിസ നേടുന്നതിനും പുതുക്കുന്നതിനും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി. ഓഗസ്റ്റ് 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും എഞ്ചിനീയർമാർക്കും പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കി. വർക്ക് പെർമിറ്റുകൾ നേടുന്നതിനും പുതുക്കുന്നതിനും ഇത് അനിവാര്യമാണെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സിലാണ് അപേക്ഷ നൽകേണ്ടത്. നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ എഞ്ചിനീയർമാരും സർട്ടിഫിക്കറ്റ് നേടണം. അക്കൗണ്ടിംഗ്, ഫിനാൻസ്, ഓഡിറ്റിംഗ് മേഖലകളിലും പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കി തൊഴിൽ മന്ത്രാലയം ഉത്തരവിറക്കിയിരുന്നു. സെപ്റ്റംബർ 1 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ വിദേശ അക്കാഡമിക് ബിരുദങ്ങൾ പരിശോധിക്കുന്നതിന് പുതിയ സേവനം ഏർപ്പെടുത്തി. ക്വാഡ്രാബെ വെരിഫിക്കേഷൻ സർവീസസുമായി സഹകരിച്ചാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഈ സേവനം ആരംഭിച്ചത്. വിദേശത്ത് നിന്ന് ലഭിച്ച വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ തുല്യതാ നിർണയ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും അവയുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നടപടി. അംഗീകൃത കമ്പനികളുടെ മുൻകൂർ പരിശോധനയില്ലാതെ ഒരു തുല്യതാ സർട്ടിഫിക്കറ്റ് അപേക്ഷയും ഇനി സ്വീകരിക്കില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പരിശോധിച്ച രേഖകൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തുല്യതാ നിയമങ്ങൾ പാലിക്കുന്നതായിരിക്കണം. വിദേശ അക്കാദമിക് ബിരുദങ്ങൾക്ക് അംഗീകാരം തേടുന്ന എല്ലാ പ്രവാസികളോടും തങ്ങളുടെ ഔദ്യോഗിക ഇലക്ട്രോണിക് പോർട്ടൽ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഈ പോർട്ടൽ വഴി അവർക്ക് പരിശോധനാ പ്രക്രിയ ആരംഭിക്കാനും കഴിയും. ഈ പുതിയ നടപടി കുവൈറ്റിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാനഡ പാരന്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് പ്രോഗ്രാമിനുള്ള ക്ഷണക്കത്തുകൾ ജൂലൈ 28 മുതൽ വിതരണം ചെയ്യും. യോഗ്യതയുള്ള കനേഡിയൻ പൗരന്മാരെയും സ്ഥിരതാമസക്കാരെയും അവരുടെ മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ സ്ഥിരതാമസത്തിനായി ഈ പ്രോഗ്രാം വഴി സ്പോൺസർ ചെയ്യാം. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ 2 ആഴ്ച കാലയളവിൽ 17,860 ക്ഷണക്കത്തുകൾ അയക്കും. കാനഡയിൽ സ്ഥിരതാമസത്തിനായി തങ്ങളുടെ മാതാപിതാക്കളെയോ മുത്തശ്ശിമാരെയോ സ്പോൺസർ ചെയ്യാൻ യോഗ്യരായ വ്യക്തികളെ അനുവദിച്ചുകൊണ്ട് കുടുംബ പുനരേകീകരണത്തെ പിന്തുണയ്ക്കുന്നതിനായാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കനേഡിയൻ പൗരന്മാർ, സ്ഥിരതാമസക്കാർ അല്ലെങ്കിൽ കനേഡിയൻ ഇന്ത്യൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഇന്ത്യക്കാർ, സർക്കാരിൽ നിന്ന് ഔദ്യോഗിക ക്ഷണം ലഭിച്ചാൽ മാത്രമേ അപേക്ഷകർക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ. 2020 അപേക്ഷിച്ചവർക്ക് മാത്രമേ നിലവിലെ റൗണ്ടിന് അർഹതയുള്ളൂ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.